കൊച്ചി ലുലു മാളിൽ ഫോൺ വഴി ബോംബ് ഭീഷണി മുഴക്കി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായ റിപ്പോർട്ടാണ് ആദ്യം. വൈപ്പിൻ സ്വദേശി കുരിശിങ്കൽ മനോജ് സേവ്യറാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 22-നായിരുന്നു സംഭവം. ലുലു മാളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും എവിടെയാണെന്ന് വ്യക്തമാക്കണമെങ്കിൽ 75 ലക്ഷം രൂപ നൽകണമെന്നുമായിരുന്നു സന്ദേശം. ഫോൺ സന്ദേശത്തെ തുടർന്ന് പോലീസ് മാളിൽ നിന്ന് ആളുകളെ ഇറക്കി പരിശോധന നടത്തിയിരുന്നു. എന്നാൽ സന്ദേശം വ്യാജമാണെന്ന് വ്യക്തമായി. ആവശ്യപ്പെട്ട പണം നൽകാമെന്ന് പറഞ്ഞ് മനോജിനെ വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ്. സിറ്റി പോലീസ് കമ്മീഷണർ KG ജെയിംസ് 22-ാം തീയതി ഒരു പ്രാവശ്യം ഇങ്ങനെ വിളിച്ചത് കൂടാതെ തന്നെ ഈ ദിവസങ്ങളിലെല്ലാം ഈ ഭീഷണി അങ്ങനെ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അവരുമായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ഭീഷണി, അല്ലെങ്കിൽ ബോംബ് വെച്ച് തകർക്കും എന്നുള്ള ഭീഷണി, അത് പോലീസിന് വളരെ ഒരു ചലഞ്ചായിട്ട് തന്നെ എടുത്ത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം. പല മോഷണ കേസുകളിലും പ്രതി കൂടിയാണ് 39-കാരനായ മനോജ് സേവ്യർ. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മൂന്നാറിൽ ഇന്ത്യൻ മുജാഹിദീൻ തീവ്രവാദികൾക്ക് സഹായം ചെയ്തയാൾ പിടിയിലായി. പിടിയിലായത് വഖാസ് അഹമ്മദിനും തഹ്സീൻ അക്തറിനും താമസ സൗകര്യം ഏർപ്പാടാക്കിയ ബീഹാർ സ്വദേശി ജമീൽ ഷഫീബുൾ. മാസങ്ങൾ നീണ്ട പോലീസ് നിരീക്ഷണത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലാകുന്നത്. മൂന്നാർ പോലീസ് ഇന്നലെ രാത്രിയോടെയാണ് ജമീലിനെ പിടികൂടിയത്. ഇയാൾ മുൻപ് ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ വീണ്ടും ജോലി തേടിയെത്തിയപ്പോൾ ഹോട്ടൽ ഉടമ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ബീഹാർ സ്വദേശിയായ ജമീൽ വർഷങ്ങളായി മൂന്നാറിൽ ചായക്കട നടത്തി വന്നിരുന്നു. ഇതിനിടെയാണ് ഇന്ത്യൻ മുജാഹിദീൻ തീവ്രവാദികളായ വഖാസ്, തഹ്സീൻ അക്തർ എന്നിവർ മൂന്നാറിലെത്തിയപ്പോൾ ഒളിത്താവളം ഒരുക്കി നൽകിയത്. തീവ്രവാദികൾ പിടിയിലായതോടെ അവരെ മൂന്നാറിൽ സഹായിച്ചവരെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനെ തുടർന്നാണ് ജമീൽ ഒളിവിൽ പോയത്. ഇയാൾക്കായി കേരള പോലീസും NIAയും അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് ഇയാൾ മൂന്നാറിലെത്തുന്നതും പോലീസിന്റെ വലയിലാകുന്നതും. ഇയാൾക്കെതിരെ കേരള പോലീസ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. രഹസ്യാന്വേഷണ വിഭാഗം ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കേരള പോലീസിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഇയാളെ NIA കൊച്ചി യൂണിറ്റിന് കൈമാറും. ജമീലും തീവ്രവാദികളുമായുള്ള ബന്ധം തീവ്രവാദികളെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഇവർക്ക് ഒളിത്താവളം ഒരുക്കിയത്, മറ്റേതെങ്കിലും തീവ്രവാദികൾ മൂന്നാറിൽ എത്തിയിരുന്നോ തുടങ്ങിയ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഗുരുമന്ദിരവും ഗുരുദേവ പ്രതിമയും തകർത്ത സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല. പത്തനംതിട്ട വള്ളിക്കോടുള്ള ഗുരുമന്ദിരമാണ് 2 ആഴ്ചകൾക്ക് മുമ്പ് സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞു തകർത്തത്. ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. പത്തനംതിട്ട വള്ളിക്കോട് 269 നമ്പർ ശാഖാ ഗുരുമന്ദിരത്തിന്റെ ഗ്ലാസും ഗുരുദേവ പ്രതിമയും സാമൂഹ്യ വിരുദ്ധർ തകർത്ത സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല. പ്രതികളെ സംബന്ധിച്ച സൂചനകൾ പോലീസിന് നൽകിയെങ്കിലും തെളിവുകളില്ലാത്തതിനാൽ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ വിഷമവൃത്തത്തിലാണ് പോലീസ്. വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി വർഷങ്ങൾക്ക് മുമ്പ് വള്ളിക്കോടിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിതമായ ഗുരുദേവ പ്രതിമയ്ക്ക് നേരെ ആദ്യമായാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതെന്ന് ശാഖാ പ്രസിഡന്റ് പറയുന്നു. അല്പം പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ പ്രവൃത്തി നടന്നിട്ടുള്ളത്. ഇവിടെ പണ്ടും പല പ്രതിഷേധങ്ങളും വഴക്കുകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഗുരുദേവ പ്രതിമയോടോ ഗുരുമന്ദിരത്തോടോ ഇന്ന് വരെ ആരും ഒരു എതിർപ്പോ ഒരു തരത്തിലുള്ള കേടുപാടുകളോ വരുത്തിയിട്ടില്ല. ഇപ്പോൾ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയത്തില്ല. കല്ലേറിലാണ് ഗുരുമന്ദിരത്തിന്റെ ചില്ലുകൾ തകർന്നത്. സംഭവ ദിവസം സ്ഥലത്ത് സർവകക്ഷി കൂട്ടായ്മയിൽ ഹർത്താലും പ്രതിഷേധ പ്രകടനവും നടന്നു. എന്നാൽ നാളിതുവരെയായിട്ടും അക്രമികളെ കണ്ടെത്താൻ കഴിയാത്തതിൽ SNDP അനുയായികളും നാട്ടുകാരും ശക്തമായ പ്രതിഷേധത്തിലാണ്. ബഹുമാനപ്പെട്ട നിയമപാലകരെല്ലാവരും ഇതിൻ്റെ കുറ്റവാളികൾ ആരായാലും അതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നും കുറ്റവാളികളെ അടിയന്തരമായി കണ്ടെത്തി ശിക്ഷാ നടപടിയിലേക്ക് പോയില്ലെങ്കിൽ ശക്തമായ നടപടി SNDP ഈ ശാഖായോഗവും ഈ പത്തനംതിട്ട യൂണിയനും അതുപോലെ SNDP യോഗവും നേതൃത്വത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളു. വ്യാപാര സ്ഥാപനങ്ങളുടെയും ബാങ്ക് ATMകളുടെയും വീടുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെയും ചില്ലുകൾ വ്യാപകമായി തകർത്ത സംഭവം ഈ അടുത്ത കാലത്താണ് പത്തനംതിട്ടയിൽ നഗരത്തിലുണ്ടായത്. CC ക്യാമറകൾ ഒപ്പിയെടുത്ത ചില അവ്യക്ത ദൃശ്യങ്ങളിലൂടെ പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് കിട്ടിയെങ്കിലും ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് പോലീസിന് തലവേദനയായി ഈ സംഭവം മാറുന്നത്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം BG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ നിരവധി ഹോട്ടലുകൾ പൂട്ടിച്ചു. 100ലധികം ഹോട്ടലുകൾക്ക് നോട്ടീസും നൽകി. കോഴിക്കോട് നിന്നുള്ള വാർത്ത ഷമീമ പങ്കുവയ്ക്കുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിലാണ് ഒരു ഹോട്ടൽ പൂട്ടിച്ചത്. നഗരത്തിലെ പ്രധാന ഹോട്ടലിലെ അടുക്കള ഭാഗത്ത് മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. കൂടാതെ വൃത്തിഹീനമായ സാഹചര്യം മുതലെടുത്ത് നിരവധി ഹോട്ടലുകൾക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പകർച്ചവ്യാധി നിയമനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടാണിത്. ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഐസ് ഫാക്ടറികൾ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം ഇന്ന് ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള പ്രധാനമായിട്ടുള്ള
പരിമിതികളൊക്കെ നമ്മൾ നോക്കും. ഡ്രെയിനേജ്, ടോയ്ലറ്റ് സൗകര്യം, ഭക്ഷണം സേവ് ചെയ്യുന്നവരുടെ ഹൈജീൻ, പാകം ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ഭക്ഷണം സൂക്ഷിച്ചിരിക്കുന്നത്, അതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ നടത്താനാണ്. പ്രധാനമായിട്ടും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. പരിശോധനയ്ക്കിടെ ഭക്ഷണം സൂക്ഷിച്ച രീതിയും പഴകിയിറച്ചിയും കണ്ടെടുത്തിരുന്നു. ഇതിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആരോഗ്യവകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സേഫ് കേരള എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു റെയ്ഡ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സെറ്റുകൾക്ക് കെട്ടിട നമ്പർ വേണമെന്ന വിചിത്രവാദവുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്ത്. ദൃശ്യത്തിന്റെ തമിഴ് പതിപ്പായ കമലഹാസൻ ചിത്രം പാപനാശത്തിന്റെ സെറ്റുകളുടെ നിർമ്മാണം നടക്കുന്ന ഇടുക്കി കുടയത്തൂരിലാണ് സംഭവം. ആവശ്യം നിരസിച്ച ലൊക്കേഷൻ മാനേജരെ പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. തമിഴ് പതിപ്പായ പാപനാശത്തിന്റെ സെറ്റുകളുടെ നിർമ്മാണം കുടയത്തൂർ പഞ്ചായത്തിലെ കൈപ്പക്കവലയിലാണ് പുരോഗമിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ, ചായക്കട തുടങ്ങിയ നിരവധി താൽക്കാലിക സെറ്റുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇതിനിടെയാണ് ഇത്തരം താൽക്കാലിക നിർമ്മാണങ്ങൾക്കും കെട്ടിട നമ്പർ വേണമെന്ന വിചിത്രവാദവുമായി കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തിയത്. സെറ്റുകളുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ ലൊക്കേഷൻ മാനേജരോട് ആവശ്യപ്പെടുകയായിരുന്നു. പഞ്ചായത്ത് ഓഫീസിലെത്തിയ ലൊക്കേഷൻ മാനേജരെ പ്രസിഡന്റ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ലൊക്കേഷൻ മാനേജർ ദാസ് പോലീസിന് പരാതി നൽകി. ഇതിനിടെ പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരും രംഗത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നീക്കത്തിന് പിന്നിൽ അഴിമതിയാണ് ലക്ഷ്യമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് ലോകത്തൊരിടത്ത് നടക്കുന്ന സംഭവമല്ല. ഷൂട്ടിങ്ങിന് വേണ്ടി താൽക്കാലികമായി പണിയുന്ന കെട്ടിടത്തിന് നമ്പർ ഇടുക എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ അഴിമതിയും കൈക്കൂലി മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കവുമാണ് ഇവിടെ. അതിനുവേണ്ടി കൈക്കൂലി കഴിഞ്ഞ തവണ ഇവിടെ മോഹൻലാൽ അഭിനയിച്ച ദൃശ്യം എന്നതിന് വേണ്ടി ഷൂട്ടിംഗ് വന്നപ്പോൾ ആ ദൃശ്യത്തിന്റെ ഷൂട്ടിങ്ങിലൂടെ വന്നപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി നേതൃത്വത്തിൽ ഇവിടെ വന്ന് അവരിന്ന് പണം വാങ്ങിയിരുന്നു. ഒട്ടേറെ ചലച്ചിത്രങ്ങൾക്ക് ലൊക്കേഷൻ ഒരുക്കിയിട്ടുള്ള മലങ്കര തടാകക്കര കുടയത്തൂർ പഞ്ചായത്തിലാണ് ഉൾപ്പെടുന്നത്. പുതിയ സംഭവം സിനിമാ പ്രവർത്തകരെ ഈ മേഖലയിൽ നിന്നും അകറ്റുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാനെ രാജ്യാന്തര അന്വേഷണ ഏജൻസിയായ ഇന്റർപോളിന്റെ അംബാസഡറായി തിരഞ്ഞെടുത്തു. ബഹുമതി ഏറെ സന്തോഷത്തോടെയാണ് ഖാൻ സ്വീകരിച്ചത്. ആ വാർത്തയിലേക്ക്. സിനിമയിൽ മാത്രം ഒതുക്കി നിർത്താത്ത ജീവിതമാണ് ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റേത്. സ്പോർട്സിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സർക്കാർ പരിപാടികളിലുമൊക്കെ സാന്നിധ്യമറിയിക്കുന്ന ഷാരൂഖ് ജനകീയനായൊരു താരമാണ്. ഷാരൂഖിന്റെ ഈ ജനകീയ മുഖം അദ്ദേഹത്തിന് ഒരു അന്താരാഷ്ട്ര അംഗീകാരം കൂടി നേടിക്കൊടുത്തിരിക്കുകയാണ്. രാജ്യാന്തര അന്വേഷണ ഏജൻസിയായ ഇന്റർപോളിന്റെ അംബാസഡർ പദവി. കുറ്റകൃത്യങ്ങൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ ബോധവത്കരണം നടത്താൻ ഇനി ഷാരൂഖും ഉണ്ടാകും. ഫുട്ബോൾ താരം ലയണൽ മെസ്സി, സിനിമാ താരം ജാക്കി ചാൻ, ഫോർമുല 1 ഡ്രൈവർമാരായ ഫെർണാണ്ടോ അലോൻസോ, കിമി റെയ്ക്കോണൻ എന്നിവരും ഇന്റർപോളിന്റെ അംബാസഡർമാരാണ്. ഷാരൂഖ് ഖാനെ ഇന്റർപോളിലെടുത്തു ടേൺ ബാക്ക് ക്രൈം ക്യാമ്പയിൻ എന്ന പേരിൽ മയക്കുമരുന്ന് കടത്ത്, കിഡ്നാപ്പിംഗ്, മനുഷ്യക്കടത്ത്, സൈബർ ക്രൈം, കായിക രംഗത്തെ അഴിമതി തുടങ്ങിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിന് ഇന്റർപോൾ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമാകും ഇനി ഷാരൂഖ് ഖാനും. ഇത്തരമൊരു ബഹുമതി ഏറെ സന്തോഷത്തോടെയാണ് ഖാൻ സ്വീകരിച്ചത്. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ കടമെടുത്ത ഷാരൂഖ് സത്യത്തിനും നീതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് ഭാഗ്യമായി കരുതുന്നതായി അറിയിച്ചു. കുറ്റകൃത്യങ്ങളുടെ ലോകത്തു നിന്നും ജനങ്ങൾ സമാധാനത്തിന്റെ പാതയിലെത്തേണ്ട കാലമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഒത്തുചേരുകയാണെങ്കിൽ ലോകത്തു നിന്നും കുറ്റകൃത്യങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. പഞ്ഞാറമൂട് CI എസ് വിജയനെ CBI അറസ്റ്റ് ചെയ്തു. ASI ബാബുരാജ് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് രേഖകൾ മുക്കിയ കേസിലാണ് CBI അറസ്റ്റ് ചെയ്തത്. കേസിൽ കണ്ടെയ്നർ സന്തോഷിനെ CBI നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. CIയുടെ കൊല്ലത്തെ വീട്ടിലും നേരത്തെ CBI റെയ്ഡ് നടത്തിയിരുന്നു. കേസ് അട്ടിമറിക്കാൻ CI ശ്രമിച്ചതിന് നിർണായകമായ തെളിവ് ലഭിച്ച സാഹചര്യത്തിലാണ് അറസ്റ്റ്. CBIയുടെ കസ്റ്റഡിയിലുള്ള CI വിജയനെ ഇന്ന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഈ കേസിൽ കണ്ടെയ്നർ സന്തോഷ്, പെൻഡിവേഡ്യൻ, പുഞ്ചിരി മഹേഷ് എന്നിവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. വിജയൻ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ CI ആയിരിക്കെ 2011 ജനുവരി 11 ബാബുവിന് കുത്തേൽക്കുന്നത്. പെൻഡിയെഡ്യുവിന്റെ നിർദ്ദേശപ്രകാരം ജിണ്ടാനാനി കുത്തിയെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം പെൻഡിയും വിജയനും കൂടിക്കാഴ്ച നടത്തി കേസ് തേച്ചുമാച്ച് കളയാൻ ശ്രമിച്ചുവെന്നാണ് CBIക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഉണ്ണിത്താൻ വധശ്രമ കേസിലെ പ്രതിയായ DYSP സന്തോഷ് നായരുമായി വിജയൻ നിരന്തരം സമ്പർക്കത്തിലായിരുന്നുവെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ബാബുകുമാർ കേസ് അട്ടിമറിക്കാൻ കണ്ടെയ്നർ സന്തോഷും വിജയനെ കണ്ടിരുന്നതായി CBI സ്ഥിരീകരിച്ചു. അറസ്റ്റിലായ സന്തോഷിനെയും ഇന്നലെ റെസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്നു. രണ്ടുപേരുടെയും മൊഴിയിലുള്ള വൈരുദ്ധ്യമാണ് ഇന്നലെ പരിശോധിച്ചത്. മാധ്യമപ്രവർത്തകൻ VB ഉണ്ണിത്താൻ വധശ്രമ കേസ് CBI അന്വേഷിച്ചപ്പോഴും വിജയന് കണ്ടെയ്നർ സന്തോഷുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരുന്നു. സന്തോഷിന് തോക്ക് ലൈസൻസ് നൽകാൻ വിജയനാണ് ശുപാർശ നൽകിയത്.
ഇതേ തുടർന്ന് സസ്പെൻഷനിൽ കഴിഞ്ഞ ശേഷമാണ് വെഞ്ഞാറമൂട് CI നിയമനം ലഭിച്ചത്. ആശ്രാമ ഗസ്റ്റ് ഹൌസിൽ പോലീസ് നിശാവിരുന്ന് നടത്തിയ വിവരം ഉണ്ണിത്താന് ചോർത്തിക്കൊടുത്തത് ബാബുകുമാറാണെന്ന വിശ്വാസത്തിലാണ് വധിക്കാൻ ശ്രമിച്ചതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. പിന്നീട് ഉണ്ണിത്താനെ വധിക്കാൻ ശ്രമിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ വധശ്രമക്കേസിലെ 1-ാം പ്രതി ഹാപ്പി രാജേഷിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. 3 കേസും CBIയുടെ ഒരേ സംഘമാണ് അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മദ്യനിരോധനം പ്രഖ്യാപിച്ച UDF യോഗത്തിന്റെ തൊട്ടു തലേന്ന് ബിയർ പാർലറിന് ലൈസൻസ് അനുവദിച്ചു. KPCCയുടെയും UDFന്റെയും മദ്യനയം മറികടന്നാണ് ബിയർ വൈൻ പാർലറുകൾക്ക് എക്സൈസ് വകുപ്പ് ലൈസൻസ് നൽകിയത്. ലൈസൻസ് നൽകിയതിന്റെ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ബിയർ പാർലറുകൾ കൂടി ഈ നയത്തിന്റെ കൂടെ ചേർത്ത് എന്ത് ചെയ്യണം? അക്കാര്യം ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കേണ്ട എന്നുള്ളതാണ് UDFന്റെ തീരുമാനം. അതാണ് ആ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകും. ബാക്കി നിലവിലുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിയമം കൂടെ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും. മദ്യനയം പ്രഖ്യാപിച്ചതിനു ശേഷം VM സുധീരൻ പറഞ്ഞ വാക്കുകളാണിത്. ഈ മാസം 21-നായിരുന്നു UDF ചേർന്ന് ബാറുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നയം പ്രഖ്യാപിച്ചത്. ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കുന്നതിൽ തർക്കത്തെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. ഈ യോഗത്തിന് തൊട്ടു തലേ ദിവസം ബിയർ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൻ്റെ രേഖകളാണ് പീപ്പിൾ പുറത്തുവിടുന്നത്. തിരുവനന്തപുരത്തെ നന്ദനം പാർക്കിനാണ് ലൈസൻസ് നൽകിയത്. ഇക്കാര്യം ഹോട്ടൽ മാനേജരും ഉടമയും പീപ്പിളിനോട് സ്ഥിരീകരിച്ചു. നന്ദനം പാർക്കിന്റെ GM അല്ലേ? അതെ സാർ, പറയൂ. സുരേഷ് അല്ലേ? അതെ 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 അതെ. ഇത് കൈരളി TV എന്നാണേ. നേരത്തെ നിങ്ങളെ ഹോട്ടലില് ബിയർ ആൻഡ് വൈൻ പാർലർ ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെ ബോർഡ് ഒട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു 1-2 കക്ഷികൾ വിളിച്ചു. അതായത് നമ്മൾക്ക് നേരത്തെ 3 സ്റ്റാർ ഉള്ള സമയത്ത് ഇത് അപ്ലൈ ചെയ്തായിരുന്നു. ബിയർ ബാറിന് അപ്ലൈ ചെയ്തപ്പോൾ ബാർ 3 സ്റ്റാർ കൊടുക്കുന്നില്ല, പിന്നെ ബിയറിന് അപ്ലൈ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ബിയർ പാർലർ ഇപ്പൊ കിട്ടിയതാണ്. ഒരാഴ്ച ആയുള്ളൂ ബിയർ പാർലർ കിട്ടിയിട്ട്. ഒരാഴ്ച? ഒരാഴ്ച ആയുള്ളൂ. കഴിഞ്ഞ 22-ാം തീയതി ആയിരുന്നു. ഓഹോഹോ. ഇത് എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് കിട്ടും. എക്സൈസ് കമ്മീഷണറാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ അവിടെ വിളിച്ച് അറിയാൻ പറ്റും വിവരങ്ങളെ. എക്സൈസ് കമ്മീഷണറായിട്ട് തന്നാണ് നമുക്ക്. നമ്മുടെ എന്തോ ഈ ലൈസൻസ് ഉണ്ടോ ഇപ്പം? ലൈസൻസ് എല്ലാം ഉണ്ട്. വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ലൈസൻസ് അനുവദിച്ചതെന്നാണ് എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വിവരം. KPCCയുടെയും UDFന്റെയും നയത്തെ മറികടന്ന് മന്ത്രി K. ബാബു നടത്തിയ ഇടപെടലാണ് ഇതോടെ വ്യക്തമാകുന്നത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ പാറകളുടെ ഉദ്യാനമെന്നറിയപ്പെടുന്ന അമ്പലവയലിലെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മേഖലകൾ ക്വാറി മാഫിയ പിടിച്ചടക്കുന്നു. ആറാട്ടുപാറയിൽ 3 വർഷത്തിനിടെ ക്വാറി മാഫിയ സ്വന്തമാക്കിയത് 100 കണക്കിന് ഏക്കർ സ്ഥലമാണ്. പ്രദേശത്ത് നിന്നും ഒഴിപ്പിച്ചത് 30-ലധികം കുടുംബങ്ങളെ. റവന്യൂ ഭൂമി ഉൾപ്പെടെയുള്ള കയ്യേറിയാണ് ചരിത്രപ്രസിദ്ധ ശിലാസ്മാരകങ്ങളുള്ള പ്രദേശത്ത് വൻകിട ഖനനത്തിന് ക്വാറി മാഫിയ അണിയറ നീക്കം നടത്തുന്നത്. ചരിത്രപ്രസിദ്ധമായ ഒട്ടേറെ ശിലാസ്മാരകങ്ങൾ ഉൾപ്പെടുന്ന പാറകളുടെ ഉദ്യാനമെന്നറിയപ്പെടുന്ന പ്രദേശത്തെ ആറാട്ടുപാറയിലാണ് വൻ ഖനന പ്രവർത്തനങ്ങൾക്ക് നീക്കം. റവന്യൂ ഭൂമി ഉൾപ്പെടെ 100 കണക്കിന് ഏക്കർ ഇവിടെ ക്വാറി മാഫിയകൾ സ്വന്തമാക്കി കഴിഞ്ഞു. 30-ലധികം കുടുംബങ്ങൾ പ്രദേശത്തെ ഭൂമി വിറ്റ് ഒഴിഞ്ഞുപോയി. പ്രദേശത്തെ മറ്റുള്ളവരിൽ നിന്ന് വൻതുക നൽകി ഭൂമി സ്വന്തമാക്കാനാണ് നിലവിൽ നീക്കം നടക്കുന്നത്. 10-20 വീടുകൾ അന്നേരം ഒഴിപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 വർഷത്തിന് ശേഷം വീണ്ടും വന്ന് ഇവരിപ്പോൾ ഒരു 5-6 വീടുകളോട് ഒഴിപ്പിച്ചേക്കണം. അങ്ങനെ 10-30 വീടുകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് മൊത്തത്തിനായിട്ട് കൂടി ഇറക്കിയിട്ടുണ്ട്. ആ ഒരു 5 ഏക്കർ സ്ഥലം മാത്രമാണ് പട്ടയഭൂമിയായിട്ടുള്ളത്. ബാക്കി കാണുന്ന പ്രദേശങ്ങൾ മുഴുവനും എല്ലാം തന്നെ സർക്കാർ ഭൂമിയായി നിജപ്പെടുത്തിയിരിക്കുന്നു. വൻകിട ഖനനങ്ങൾ മൂലം നാശം നേരിടുന്ന ഫാൻഡം റോക്ക്, എടക്കൽ ഗുഹ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് മറ്റൊരു വൻകിട ഖനനത്തിന് അണിയറ നീക്കം. മൈനർ മിനറൽ കൺസർവേഷൻ ആക്ട് പ്രകാരം ഖനന പ്രവർത്തനങ്ങൾ അനുവദനീയമല്ലാത്ത പ്രദേശത്ത് 2010-ൽ 6ഓളം സ്വകാര്യ വ്യക്തികൾക്ക് ഇവിടെ ഖനനത്തിന് റവന്യൂ, ജിയോളജി വകുപ്പുകൾ അനുമതി നൽകിയിരുന്നു. ഇത്തരം അനുമതികളുടെ രേഖകളാണിത്. സാങ്കേതിക തടസ്സങ്ങൾ കാരണം അന്ന് മുടങ്ങിയ ഖനന പ്രവർത്തനങ്ങളാണ് ഇവിടെ വീണ്ടും ആരംഭിക്കുന്നത്. വൻകിട പാറക്കെട്ടുകൾ നിറഞ്ഞ ആറാട്ടുപാറ ഏറെ പാരിസ്ഥിതിക പ്രാധാന്യ പ്രദേശമാണ്. അന്തരീക്ഷത്തിൽ തന്നെ ഈർപ്പം നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ഈ പാറകൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തെക്കേ വയനാട് ഭാഗത്ത് വടക്കേ വയനാടിനൊക്കെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട മഴ ലഭിക്കുന്നത്. 10-ലധികം ശുദ്ധജല സ്രോതസ്സുകളാണ് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്. പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയ്ക്ക് വരെ ഖനനം വൻ ആഘാതം സൃഷ്ടിക്കുമെന്നിരിക്കെ പ്രകൃതിയുടെ ഈ സുന്ദര ശിലാനിർമ്മിതികൾക്കുമേൽ വെടിമരുന്ന് നിറയ്ക്കാൻ ഒരുങ്ങുകയാണ് ക്വാറി മാഫിയകൾ. അനൂപ് KR, വയനാട്. പത്തനംതിട്ട കോയിപ്പുറം പഞ്ചായത്തിലെ വാരാച്ചാൽ അപ്രത്യക്ഷമാവുകയാണ്. ഒരു കാലത്ത് വലിയൊരു പ്രദേശത്തിന്റെ ശുദ്ധജല സ്രോതസ്സായിരുന്നു ഈ ജലാശയം. എന്നാൽ അധികൃതരുടെ അനാസ്ഥയിൽ മാലിന്യം കൊണ്ട് മൂടി നാമാവശേഷമായിരിക്കുകയാണ് വാരാച്ചാൽ. ആ കാഴ്ചയുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഒരു നാടിൻ്റെയാകെ അനുഗ്രഹമായിരുന്ന വരാച്ചാൽ ഇന്ന് ആ പ്രദേശത്തിന്റെ ശാപമായി മാറിയിരിക്കുന്നു. കോയിപ്പുറം പഞ്ചായത്തിലെ 10-ാം വാർഡിലൂടെ ഒരു നദി പോലെ വിശാലമായി ഒഴുകുന്ന തോടാണ് വരാച്ചാൽ.
വർഷങ്ങൾക്ക് മുമ്പ് ശുദ്ധജലത്തിനായി വലിയൊരു ജനവിഭാഗം ആശ്രയിച്ചിരുന്നതും ഈ വരാച്ചാലിനെയാണ്. ഇന്ന് ചെളിയും പായലും പുഞ്ചയും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കൊണ്ട് മൂടപ്പെട്ട അവസ്ഥയിലാണ് വരാച്ചാൽ. പോലും അങ്ങോട്ട് വെക്കാൻ കുഴിയാ മൊത്തം. എവിടെയെങ്കിലും ചവിട്ടിയാൽ അന്നേരം താഴെ പോകും. അതുപോലത്തെ അവസ്ഥയാണ്. ഒരു കാല് അട്ടയുമുണ്ട്. എല്ലാം കൊണ്ടും ദുരിതമാണ്. മഴ തകർത്തുന്നു പെയ്താൽ വരാച്ചാലിന്റെ പരിസരത്ത് താമസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അത്രയേറെ മാലിന്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു കഴിഞ്ഞു ഈ ജലവാഹിനി. ഈ ചാലാദ്യമായി ശുദ്ധീകരിച്ചില്ലെങ്കിൽ വരദാനമായി കിട്ടിയ ഈ പ്രദേശം, ഈ പാടശേഖരവും ഈ നാടിന് ശാപമായി മാറും. ഇപ്പോൾ തന്നെ അട്ടയും പുഴുവും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. വരാച്ചാലിന്റെ ഇരു കരകളിലുമുള്ളവർ യാത്രയ്ക്കായി കടത്തുവള്ളത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഇന്ന് കടത്തിറക്കാൻ കഴിയാതെ കിലോമീറ്ററുകൾ താണ്ടിയാണ് പ്രദേശവാസി മറുകര തേടുന്നത്. എല്ലാവരെയും പൊതുവെ ഈ കടത്തിനാണ് ആശ്രയിക്കുന്നത്. കടത്തുകാരന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ശോചനീയാവസ്ഥ കാരണം ജനങ്ങൾ ഇപ്പം കടത്ത് വളരെ ഉപേക്ഷിച്ച് ഇവിടെ കോയിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങി അവിടെ 3 കിലോമീറ്റർ വരെ നടന്നു വരുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിനും കുടിവെള്ള പദ്ധതികൾക്കുമായി കോടിക്കണക്കിന് രൂപ ആസൂത്രണമില്ലാതെ പാഴാക്കി കളയുന്ന അധികാരികൾ ഈ ജീവനറ്റ് കിടക്കുന്ന വരാച്ചാലിന്റെ കാര്യം മറന്നുപോകുന്നു. പത്തനംതിട്ടയിലെ കോയിപ്പുറം എന്ന ഗ്രാമത്തിന്റെ ജീവനും തുടിപ്പുമായ വരാച്ചാലിനെ സംരക്ഷിച്ചെടുത്താൽ ഇവിടുത്തെ ജീവിതങ്ങൾ പച്ചപിടിക്കുമെന്നതിൽ സംശയമില്ല. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം BG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.